ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? അദ്ദേഹം മരിച്ച് ചൂടാറുന്നതിന് മുമ്പ് വീണ്ടും മോഷണം. മോഷ്ടിച്ചവരെ വെറുതെ വിടാൻ പറ്റൂ? മിസ്റ്റർ സോമനാണ് മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞു. സ്റ്റോറിൽ നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. സ്റ്റോറിന്റെ ചുമതലക്കാരൻ സോമനാണ്. ആ നിലയ്ക്ക് സോമനെ ചോദ്യം ചെയ്തേ പറ്റൂ. മിസ്റ്റർ പ്രസാദ്, അച്ഛനല്ലേ മരിച്ചുപോയിട്ടുള്ളൂ? ഞാൻ ജീവിച്ചിരിപ്പില്ലേ? ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം അറിയിക്കേണ്ടത് എന്നെയല്ലേ? പോലീസിനെ അറിയിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വിവരം അറിയിക്കാന്ന് കരുതി. മിസ്റ്റർ സോമനാണ് പ്രതിയെന്ന് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? ചോത്സ്യമുണ്ടോ? നിങ്ങളാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നു. നിഷേധിക്കാമോ? ഇൻസ്പെക്ടർ, ഈ കമ്പനിയുടെ ഉടമസ്ഥ ഞാനാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. ഈ കേസിൽ എനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് വിരോധമില്ല. വരൂ. ഇന്നു മുതൽ കമ്പനിയുടെ ചുമതല മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ താക്കോലിക്ക് തരും. ഗീതയ്ക്ക് എന്റെ മകളുടെ പ്രായമുള്ളൂ. കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയതിനു ശേഷം ചുമതല ഏറ്റെടുക്കുന്നതാ നല്ലത്. അത് ഞാൻ തീരുമാനിച്ചോളാം. താക്കോലിക്ക് തരും. ആലോചിച്ച് തന്നെയാണോ സംസാരിക്കുന്നത്? പലതവണ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. താക്കോല് തരൂ. മിസ്റ്റർ സോമനിങ് വരൂ. ഈ താക്കോൽ ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിലിരിക്കണം. വേണ്ട, എനിക്കതിനുള്ള കഴിവില്ല. ഞാനിന്ന് അനാഥയാണ്. എന്റെ അച്ഛന്റെ കമ്പനിയിൽ വർഷങ്ങളായി വിശ്വസ്തയോട് പണിയെടുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ആ നന്ദിയും സ്നേഹവും എന്നോടും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാനായി നിങ്ങളിത് വാങ്ങണം. മിസ്റ്റർ സോമൻ, പ്രസാദിന്റെ ഈ കമ്പനിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിന്ന് എന്നെ കൊടുത്ത് പിരിച്ചുവിടണം. എന്നെ വെറുതെ അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല. എനിക്ക് ഈ കമ്പനിയുടെ ആദായത്തിൽ പങ്കുവേണം. തരാം. ഈ കമ്പനി തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഡോക്ടർ, എന്റെ അച്ഛനെ കൊല്ലാൻ നിങ്ങൾ കൈക്കൂലി കൊടുത്ത ഡോക്ടറല്ലേ ഈ നിൽക്കുന്നത്? എന്താണ് നടന്നതെന്ന് പറയൂ ഡോക്ടർ. അദ്ദേഹം പണം തരാമെന്നും പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തിയത് സത്യമാണ്. പക്ഷേ തക്ക സമയത്ത് മിസ്റ്റർ സോമൻ എന്നെ വിവരം അറിയിച്ചതുകൊണ്ട് എന്റെ അച്ഛൻ അന്നും മരിച്ചില്ല. എന്താ ഇനിയും കമ്പനിയുടെ ആദായത്തിൽ പങ്കുവേണം? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അച്ഛനെ കരുതി ഞാൻ എല്ലാം ക്ഷമിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. സോമൻ, ഈ അന്തർനാടകങ്ങളുടെ ചരട് നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതെ, അതാരാണെന്ന് കാലം തെളിയിക്കും.